പ്രൈസ് ദി ലോർഡ്. നാം പലപ്പോഴും മാർത്തയെ പോലെ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങളെ നോക്കിക്കൊണ്ട് നിരാശയോടെ ആയിരിക്കുന്ന വേളകളിൽ കർത്താവ് പറയുക, മറിയെ പോലെ കർത്താവിന്റെ പാദപീഠത്തിൽ ഒന്ന് ഇരിക്കുവാൻ കഴിയുമോ? അതെ, മറിയ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് നല്ല അംശത്തെ പ്രാപിച്ചെടുക്കുവാൻ ഇടയായി തീർന്നു. അവളിൽ നിന്ന് അത് ആർക്കും അപഹരിച്ചു കൊണ്ടുപോകുവാൻ കഴിയാത്ത നിലയിൽ അവൾ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിചാരത്തിന്റെ, നമ്മുടെ ഭാരങ്ങളുടെ, നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ നടുവിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്ന അനുഗ്രഹങ്ങൾ, കർത്താവിൽ നിന്ന് നേടിയെടുക്കുന്ന സന്തോഷങ്ങൾ, സമാധാനങ്ങളൊക്കെ നമ്മെ ആശ്വാസത്തോടുകൂടി കർത്തൃസന്നിധിയിൽ നിലനിർത്തുവാൻ ഇടയായി തീരും. ആയതിനാൽ കർത്താവിന്റെ വചനം ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഒന്നിനെ കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയായാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.